പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്ക് പഠനവിലക്ക്. കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടേതാണ് നടപടി. മരണശേഷം സിദ്ധാർത്ഥിനെതിരെ നൽകിയ കെട്ടിച്ചമച്ച പരാതിയും അതിലെ ICC നടപടികളും പുറത്തുവന്നു. കേസിൽ ഒരാൾ കൂടി കീഴടങ്ങി. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ ശക്തിപ്പെടുന്നതിനിടെയാണ് കൂടുതൽ SFI നേതാക്കളുടെ അറസ്റ്റ്. ഇന്നലെ കീഴടങ്ങിയ SFI യൂണിറ്റ് സെക്രട്ടറി അമൽ ഇഹ്സാൻ, കോളേജ് യൂണിയൻ പ്രസിഡന്റ് K അരുൺ, വർക്കലയിൽ നിന്ന് പിടികൂടിയ കോളേജ് യൂണിയൻ അംഗം ആസിഫ് ഖാൻ എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. മലപ്പുറം സ്വദേശിയായ അമീൻ അക്ബർ അലി കോടതിയിൽ കീഴടങ്ങി. ഇതിനിടെ മരണശേഷം സിദ്ധാർത്ഥിനെതിരെ കെട്ടിച്ചമച്ച പരാതി വിവാദത്തിലായി. കോളേജിലെ വിദ്യാർത്ഥിനി നൽകിയ പരാതിയാണ് വിവാദത്തിലായത്. അതേസമയം കോളേജിലെ 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്ക് ആന്റി റാഗിംഗ് സെൽ വിലക്കേർപ്പെടുത്തി. കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുമെന്നാണ് സൂചന. പ്രതിപ്പട്ടികയിലുള്ള മുഴുവൻ പേരെയും കോളേജ് സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ കോളേജ് ഡീൻ ഉൾപ്പെടെയുള്ളവർക്ക് വീഴ്ച സംഭവിച്ചതായി മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. മരണം കുടുംബത്തെ അറിയിക്കുന്നതിൽ ഡീനിന് വീഴ്ചയുണ്ടായെന്നും അന്വേഷണം നടത്തുമെന്നും മന്ത്രി 24നോട്. ഈ കുട്ടി മരണപ്പെട്ടു, ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ബോധ്യപ്പെട്ടു. പക്ഷേ എന്തുകൊണ്ട് രക്ഷകർത്താക്കളെ അറിയിച്ചില്ല? അത് ഒരു തെറ്റാണ്. അത് ആരാണെന്നുണ്ടെങ്കിലും അത് തെറ്റാണ്. അത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണെന്നുണ്ടെങ്കിലും രജിസ്ട്രാർ ആണെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഇപ്പോഴുള്ള ഈ നാരായണൻ ഡീനാണെന്നുണ്ടെങ്കിലും ഒരു മരണം വന്നാൽ പെട്ടെന്ന് രക്ഷകർത്താക്കളെ അറിയിക്കേണ്ടുന്ന ചുമതല അവർക്കുണ്ട്, യൂണിവേഴ്സിറ്റിക്കുണ്ട്. പോലീസ് അന്വേഷണത്തിൽ എല്ലാം വ്യക്തമാകുമെന്ന് ഡീൻ MK നാരായണന്റെ പ്രതികരണം. അപ്പോൾ നോക്കട്ടെ, അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. അതായത് ഡീൻ ഉൾപ്പെടെയുള്ളവർ രക്ഷിതാക്കളെ ഈ വിവരം അറിയിച്ചില്ല വേണ്ട സമയത്ത് എന്നാണ് പറയുന്നത്. അന്വേഷിക്കട്ടെ കേട്ടോ, ഞാനൊന്നും പറയുന്നില്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിഷേധവും തുടരുകയാണ്. യൂത്ത് കോൺഗ്രസും BJPയും കോളേജിലേക്ക് പ്രതിഷേധവുമായി എത്തി. 24 വയനാട്. കർശന നടപടി ഉണ്ടാകുമെന്ന് പറയുന്നവർ തന്നെയാണ് കുറ്റക്കാരെ സംരക്ഷിക്കുന്നതെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ്. വെറും പ്രവർത്തകരല്ല, അവർ നേതാക്കന്മാരാണ്. അതൊന്ന് ആലോചിക്കണം. നേതാക്കന്മാരെ സംരക്ഷിക്കേണ്ടത് അവരുടെ ചുമതലയാണ്. ഡീനിനെ പ്രതി ചേർത്തേ പറ്റുള്ളൂ. ഡീനിന് അവിടുത്തെ വാർഡനും കൂടെ. മുഖ്യമന്ത്രി സ്ക്വാഡ് രൂപീകരിച്ചെന്ന് പറയുന്നു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വന്നിരുന്നു. അവർ മേഡം പറഞ്ഞത് ഇങ്ങനെ എല്ലാം അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിച്ച് കൊണ്ടുവരാം എന്നവർ പറയുന്നു. കൊണ്ടുവരാമെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം സംഭവിച്ചിട്ട് ഏകദേശം 10-12 ദിവസമായി. ഇപ്പോഴും പ്രധാനപ്പെട്ട എല്ലാവരും ഒളിവിൽ കിടക്കുക. 9 പേരെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 9 പേരെ മൊഴി എന്തായിരുന്നു, അത് ഏതൊക്കെ വകുപ്പുകൾ ചേർത്തിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ എനിക്ക് വിവരം കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തൃപ്തിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ അത് അടുത്ത സ്റ്റേജിലോട്ട് പോകും. ഒരാഴ്ചക്കകത്ത് ഞാൻ എൻ്റെ മകനെയും, ഇനിയൊരു മകനുണ്ട്, മകനെയും വൈഫിനെയും കൊണ്ട് ചെന്നിട്ട് അവരെ വീട്ടിൽ പഠിക്കൽ ഞാനും കിടക്കും. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോഴും വിശ്വാസമുണ്ട്. ഇതുവരെയ്ക്കും ഞാൻ തൃപ്തനല്ല, അത് ഞാൻ പറയാം, അവർ കിട്ടാത്തതുകൊണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് രംഗത്തെത്തി. CPIM നേതാവും മുൻ MLAയുമായ CK ശശീന്ദ്രൻ പ്രതികൾക്ക് വേണ്ടി പോലീസിൽ സമ്മർദ്ദം ചെലുത്തിയെന്നായിരുന്നു ചെന്നിത്തലയുടെ ആക്ഷേപം. DYSPയെ സ്വാധീനിക്കാൻ CPIM നേതാവ് ശ്രമിച്ചെന്നും വിമർശനമുയർന്നു. എന്നാൽ ആരോപണം തള്ളിയ CK ശശീന്ദ്രൻ കടുത്ത വിമർശനവുമായി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ രംഗത്തു വന്നു. SFI നടത്തിയ കൊലപാതകം തേച്ചു മായ്ച്ചു കളയാനുള്ള വളരെ ബോധപൂർവമായ നീക്കം നടക്കുകയാണ്. പ്രതികളെ അന്വേഷിച്ച് പോയ ഉദ്യോഗസ്ഥന്മാരെ സ്ഥലത്തെ മുൻ MLA ശ്രീ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തുകയും DYSPയോട് തട്ടിക്കയറുകയും അറസ്റ്റ് ചെയ്ത പ്രതികളെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത നടപടി ഇതിന് ഉദാഹരണമാണ്. ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തികച്ചും തെറ്റായ കാര്യങ്ങളാണ്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പ്രതികളെ താമസിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. അതിൽ കവിഞ്ഞൊരു വേറെ പദം ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. നിയമപരമായി ഈ കാര്യങ്ങളിൽ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും നടത്തുകയാണ്. എന്തെല്ലാം പച്ചക്കള്ളാണ് മാധ്യമങ്ങളിലൂടെയും ചില ആൾക്കാരൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. വാർത്തകളിലേക്ക് വീണ്ടും. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനെയും SFIയെയും പ്രതിരോധത്തിലാക്കുകയാണ് പ്രതിപക്ഷം. സിദ്ധാർത്ഥന്റെ നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയ ഗവർണറും പ്രതിപക്ഷ നേതാവും മറ്റ് കോൺഗ്രസ് നേതാക്കളും കടുത്ത വിമർശനമുയർത്തി. പ്രതിപക്ഷ യുവജന സംഘടനകളും പ്രക്ഷോഭപാതയിലാണ്. വീട്ടിലെത്തിയ സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥ് കുടുംബത്തോടൊപ്പമാണെന്ന് വിശദീകരിച്ചു. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണത്തിൽ SFIയുടെ പങ്ക് വ്യക്തമായെന്ന് പറഞ്ഞ ഗവർണർ പക്ഷേ ഉന്നം വെച്ചത് CPIMന്. യുവാക്കളെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് പാർട്ടികൾ പിന്തിരിയണമെന്ന് TP കേസ് പരാമർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. Judgment in the case of the murder of TP Chandrasekharan
senior leaders have been convicted. So we will have to rethink. This society will have to rethink. പ്രതികളായ SFI-ക്കാരെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. SFI-യെ ക്രിമിനൽ സംഘമായി വളർത്തുന്നത് മുഖ്യമന്ത്രി എന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ വിമർശനം. സാക്ഷാൽ ശ്രീ പിണറായി വിജയൻ തന്നെയാണ് SFI-യെ ക്രിമിനൽ സംഘമാക്കി വളർത്തി തൻ്റെ അഴിമതിയും തൻ്റെ രാഷ്ട്രീയ ജീർണതയും ഗവൺമെൻറ്റിൻ്റെ ചീത്തപ്പേരും മറച്ചുപിടിക്കാനും ഡൈവേർട്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ സിദ്ധാർത്ഥിന്റെ കുടുംബത്തോടൊപ്പമെന്നും കുറ്റവാളികൾ ആരായിരുന്നാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി വി. ശിവൻകുട്ടി. ഇതിൻ്റെ കുറ്റവാളികൾ ആരായിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മേലാൽ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തരത്തിലുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അന്വേഷണത്തിൽ പങ്ക് വ്യക്തമായാലേ ഡീനിനെതിരെ നടപടി സ്വീകരിക്കാനാവൂ എന്ന് വെറ്ററിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ M.R. ശശീന്ദ്രനാഥ്. യൂണിവേഴ്സിറ്റി എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണത്തോടൊപ്പം നമ്മൾ സഹായിച്ചു. ഒരു സമ്മർദ്ദവും ഒരിടത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ നിമിഷം വരെ. സിദ്ധാർത്ഥിന്റെ കൊലപാതകികളെ CPIM സംരക്ഷിക്കുന്നുവെന്ന് വി. മുരളീധരനും ആരോപിച്ചു. മന്ത്രി GR അനിൽ, MM ഹസൻ, ജബി മേത്തർ, T. സിദ്ദീഖ്, M. ലിജു, രാഹുൽ മാങ്കൂട്ടത്തിൽ, യുവജന കമ്മീഷൻ ചെയർമാൻ M. ഷാജർ തുടങ്ങിയവരും കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. 24 തിരുവനന്തപുരം. പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥിന് SFI പ്രവർത്തകനെന്ന് CPIM. സിദ്ധാർത്ഥിന്റെ വീടിന് മുന്നിൽ ഫ്ലക്സ് സ്ഥാപിച്ചു. കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഫ്ലക്സിലുള്ളത്. CPIM 11-ാം കല്ല് ബ്രാഞ്ചിന്റെയും DYFI 11-ാം കല്ല് യൂണിറ്റിന്റെയും പേരിലാണ് ബോർഡ്. സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ABVP സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാര സമരം തുടങ്ങി. സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് 24 മണിക്കൂർ ഉപവാസ സമരം തുടങ്ങിയത്. അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യുക, കോളേജ് ഡീനിനെ പുറത്താക്കുക, ഈ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ABVPയും സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം തുടങ്ങി. ABVP സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. 24 മണിക്കൂർ ഉപവാസ സമരമാണ് ABVP പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാത്രി 10 മണിക്കാണ് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ABVP പ്രവർത്തകർ ഇവിടെ എത്തി ഈ നിരാഹാര സമരം ആരംഭിച്ചത്. സിദ്ധാർത്ഥിന്റെ ഛായാചിത്രത്തിൽ ദീപം കൊളുത്തിയ ശേഷമാണ് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി ഈ സമരം തുടങ്ങി വെച്ചത്. ജില്ലാ സെക്രട്ടറിയാണ് ഈ സമരം തുടങ്ങിയതിന് ഉദ്ഘാടനം ചെയ്തത്. നാളെ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ ഇവിടെ എത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഇതോടെ ഈ പൂക്കോട് സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൂടുതൽ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും തന്നെ പ്രതിഷേധവുമായി രംഗത്തിരിക്കുകയാണ്. രാവിലെ KSUവിന്റെ പ്രതിഷേധം ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ പടിക്കലുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ABVP ഇന്ന് സമരവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. സമരം നാളെ രാത്രി വരെ ഉണ്ടാകും. തിരുവനന്തപുരത്തു നിന്നും നന്ദകിഷോറിനൊപ്പം അജീഷ് ജയകുമാർ, 24. കർണാടക ബംഗളൂരു രാമേശ്വരം കഫേയിൽ നടന്ന IED സ്ഫോടനത്തിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു. കടയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. ഇയാൾക്കെതിരെ UAPA ചുമത്തി. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സ്ഫോടനം. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നായിരുന്നു ആദ്യ നിഗമനം. എന്നാൽ ഹോട്ടലിൽ നിന്ന് കണ്ടെത്തിയ ബാഗും സ്ഫോടനം നടന്ന സ്ഥലത്തുണ്ടായിരുന്ന ബാറ്ററികളും സംശയം വർദ്ധിപ്പിച്ചു. തുടർന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നടന്നത് IED സ്ഫോടനമെന്ന് വ്യക്തമാക്കിയത്. രാത്രിയോടെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രതിയെ തിരിച്ചറിഞ്ഞെന്നും സ്ഥിരീകരിച്ചു. The matter, the FSL team, the bomb squad is just looking at. The CCB has been heading this team. More than 7-8 groups are already on the job. I think the entire details will be given by our police further on this. IG അശോക് മോഹന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. NIA, ആഭ്യന്തര സുരക്ഷാ വിഭാഗം, ഫോറൻസിക്, ബോംബ്, ഡോഗ് സ്ക്വാഡുകളും സ്ഥലത്ത് പരിശോധന നടത്തി. അട്ടിമറി സാധ്യതയ്ക്കൊപ്പം ബിസിനസ് രംഗത്തെ തർക്കവും അന്വേഷണ പരിധിയിലുണ്ട്. പരുക്കേറ്റവരിൽ 4 പേർക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട്. 24 ബംഗളൂരു. വാരാണസിക്ക് പുറമെ ദക്ഷിണേന്ത്യയിലെ ഒരു മണ്ഡലത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് മോദി സ്ഥാനാർത്ഥിയാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതിനിടെ BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കും. ആദ്യ പട്ടികയിൽ 125 പേരെന്നാണ് സൂചന. ഉത്തർപ്രദേശിൽ NDAയിൽ സീറ്റ് ധാരണയായി. 74 സീറ്റിൽ BJP മത്സരിക്കും. സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കാനുള്ള BJPയുടെ പ്രധാനപ്പെട്ട യോഗങ്ങൾ ഇന്ന് പുലർച്ചെ 4 മണി വരെ നീണ്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിക്കും. അക്ഷയ് കുമാർ,
കങ്കണ റണൌത്ത്, യുവരാജ് സിംഗ് അടക്കമുള്ള സിനിമാ ക്രിക്കറ്റ് താരങ്ങളും ആദ്യ പട്ടികയിൽ ഇടം പിടിക്കും. കേരളത്തിലെ A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരും പട്ടികയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് അടക്കമുള്ള പുതുമുഖങ്ങൾ ആദ്യ പട്ടികയിൽ ഉണ്ടാകുമെന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും സജീവമാകും. ദേശീയ തലത്തിൽ യോഗി ആദിത്യനാഥിനെ ഉയർത്തിക്കാട്ടണമെന്ന RSS നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് നടപടി. കേരളത്തിലടക്കം യോഗി ആദിത്യനാഥ് പ്രചാരണത്തിനെത്തും. ദക്ഷിണേന്ത്യയിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന അഭ്യൂഹവും സജീവമാണ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പേര് പരിഗണിക്കുന്നത്. ഉത്തർപ്രദേശിൽ 74 സീറ്റിലാണ് BJP മത്സരിക്കുക. ബാക്കി സീറ്റുകൾ സഖ്യത്തിലുള്ള RLDക്ക് നൽകും. മഹാരാഷ്ട്ര, ബീഹാർ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായാൽ ഉടൻ പട്ടിക പ്രഖ്യാപിക്കും. 24 ഡൽഹി. ഇന്ത്യ സഖ്യത്തെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സഖ്യകക്ഷികൾ സന്ദേശ് ഖാലിയിൽ മൗനം പാലിച്ചു. BJPയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്തത്. തൃണമൂൽ കോൺഗ്രസ് സ്ത്രീകളുടെ മാനം വെച്ച് രാഷ്ട്രീയം കളിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. बंगाल की स्थिति भी आज पूरा देश देख रहा है. मां, माटी, मानुष, ये इसके ढोल पिटने वाली टीएमसी ने संदेश खाली की बहनों के साथ जो किया है वो देखकर पूरा देश दुखी है, आक्रोशित है. സമരാഗ്നിക്ക് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ പൂർത്തിയാക്കാൻ കോൺഗ്രസ്. മാർച്ച് 5-ന് മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ശ്രമം. വയനാട്, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമധാരണയാകാത്തതാണ് നിലവിലെ പ്രതിസന്ധി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയവും സംബന്ധിച്ച മുഴുവൻ സമയ ചർച്ചകളിലേക്കാണ് കോൺഗ്രസ് കടന്നത്. ഇന്നലെ രാത്രി വൈകിയും നേതാക്കൾ തമ്മിൽ കൂടിയാലോചനകൾ നടന്നു. ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലും സുനിൽ കനഗോലുവും നേരിട്ടെത്തി ചർച്ചകൾക്ക് നേതൃത്വം നൽകി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നെങ്കിൽ ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കേണ്ട എന്നാണ് നിലപാട്. ഒരേ സമയം രണ്ടുപേരും മത്സര രംഗത്തേക്ക് പോയാൽ സംഘടനയെ ഏകോപിപ്പിക്കാൻ ആളുണ്ടാവില്ല എന്ന അഭിപ്രായമുയർന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ സാമുദായിക സമവാക്യങ്ങൾ പരിഗണിച്ച് ആലപ്പുഴയിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെയും ആലോചിക്കുന്നുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒരുമിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യം. കണ്ണൂരിൽ മത്സരിക്കാമെന്ന് K സുധാകരൻ ഇതുവരെയും പൂർണ്ണസമ്മതം മൂളിയിട്ടില്ല. K ജയന്തിനെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം K സുധാകരൻ മുന്നോട്ട് വെച്ചു. എന്നാൽ വിജയസാധ്യത പരിഗണിച്ച് K സുധാകരൻ തന്നെ മത്സരിക്കണമെന്ന് നേതാക്കൾ അഭ്യർത്ഥിച്ചു. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ദേശീയ സ്ക്രീനിംഗ് കമ്മിറ്റിയും കേരളത്തിലെ നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും. ഇതിന് തൊട്ടുപിന്നാലെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാവും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകില്ലെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും വൈകാതെ തന്നെ തീരുമാനമുണ്ടാവും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയിട്ടില്ലാത്തതിനാൽ പ്രചരണ രംഗത്ത് പിന്നിലായി പോകുമോ എന്ന പരാതി കോൺഗ്രസ് അണികൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിനിടെ കോൺഗ്രസ് മത്സരിക്കുന്ന മറ്റ് 13 സീറ്റുകളിലും സിറ്റിംഗ് എംപിമാരോട് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇന്ത്യ മുന്നണി സഖ്യം കേരളത്തിലെ മത്സരത്തിന് തടസ്സമാകില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. ഇക്കുറി കേരളത്തിൽ UDF 20-ൽ 20 നേടുമെന്നും സച്ചിൻ പൈലറ്റ് 24 പറഞ്ഞു. ആനി രാജയ്ക്കെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് രാഹുൽ ഗാന്ധി വയനാടിനും കേരളത്തിനും വേണ്ടപ്പെട്ടയാളെന്നായിരുന്നു സച്ചിൻ പൈലറ്റിന്റെ മറുപടി. The UDF, I think this time will get all 20 seats. And Rahulji has been the voice of people of Wayanad and Kerala in Parliament. And he's really worked hard in the last 5 years. India Alliance is, I think, well placed to defeat NDA because people want a 10-year rule of BJP. We are looking forward to having these elections. And last time we missed 1 seat. Alleppey we did not win. This time we win with all 20 seats. 20 UDF will win. Congress party is strong. And 2026, with historic record margin, UDF will form the government in Kerala. കൊച്ചി തൈക്കുടത്ത് മാതാവിനെ വീടിന് വെളിയിലാക്കി വീട് പൂട്ടി മകൾ മുങ്ങി. RDOയുടെ ഉത്തരവുണ്ടായിട്ടും വീട് തുറന്നുകൊടുക്കാൻ മരട് പോലീസ് തയ്യാറാവുന്നില്ല എന്ന ആക്ഷേപവും ഉയരുകയാണ്. വൃദ്ധ വീടിന് പുറത്ത് തുടരുകയാണ്. തൈക്കുടം സ്വദേശിനി സരോജിനിയാണ് പുറത്താക്കി മകൾ ജിജോ വീട് പൂട്ടിയത്. എബിൻ ജോസ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. എബിൻ, മണിക്കൂറുകൾ പിന്നിടുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ടോ എബിൻ? നിലവിൽ ഒരിടപെടലും ഉണ്ടായിട്ടില്ല. അമ്മ വീടിന് വെളിയിൽ തന്നെ തുടരുകയാണ്. നാട്ടുകാരടക്കമാണ് ഇപ്പോൾ അമ്മയ്ക്കൊപ്പമുള്ളത്. ഈ അമ്മയ്ക്കൊപ്പം ഇന്ന് രാത്രി മുഴുവൻ കഴിയുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇതിൽ ഈ വീട് തുറന്നു കൊടുക്കാതെ ഇവിടെ നിന്ന് പിന്മാറില്ല എന്നാണ് പറയുന്നത്. പോലീസ് ഈ മകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. ഏതായാലും പരിസരവാസികളാണ് ഈ അമ്മയ്ക്ക് ഇപ്പോൾ ഭക്ഷണം അടക്കം കൊടുത്തത്.
അമ്മ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഈ രാത്രിയും ഏതായാലും ഈ നിലവിൽ RDOയുടെ ഉത്തരവുള്ളതാണ്. ആ ഉത്തരവ് കൃത്യമായി നടപ്പാക്കാതെ പിന്നോട്ടില്ല എന്നാണ് അമ്മയും പറയുന്നത്. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളടക്കം ഉമാ തോമസ് MLA അടക്കമുള്ള ആളുകളും ഇപ്പോഴും അമ്മയ്ക്കൊപ്പം തുടരുകയാണ്. പരിസരവാസികൾ ഈ വീടിൻ്റെ തിണ്ണയിലൊരു പായ വിരിച്ചായിരുന്നു ഇത്ര നേരം അമ്മ ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇരു കക്ഷികളെയും കൂട്ടിയിരുത്തി ഒരു ചർച്ച നടത്തിയതിനു ശേഷം ഇതിൽ കൃത്യമായി തീരുമാനം പറയാമെന്നുള്ള കാര്യവും സബ് കളക്ടർ അടക്കം അറിയിച്ചു. എങ്കിൽ പോലും നിലവിലെ ഉത്തരവ് പ്രകാരം അമ്മയ്ക്ക് വീട് തുറന്നു തരണമെന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. അമ്മ ഇന്നും ഇവിടെ തുടരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇവിടെ തുറന്നാൽ മതി, ഇവിടെ കിടന്നാൽ മതി. എൻ്റെ വീടാണ് മോനെ, എനിക്ക് ഇവിടെ കിടക്കണം. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ കിടന്നാൽ മരിച്ചു, അതുപോലെ എനിക്ക് ഇവിടെ കിടന്ന് മരിക്കണം. എൻ്റെ വീടാണിത്. ഇന്ന് തന്നെ തുറന്നു തരണം. തുറന്നു തന്നെ, അല്ലെങ്കിൽ പിന്നെ നാളെ ഇന്ന് ഞാൻ അവിടെ കിടക്കും, ഈ റോട്ടിൽ കിടക്കുക. എനിക്ക് പേടിയാവൂല. എനിക്ക് ഈ പെരക്കാൻ തുറന്നു തന്നെ, എന്തായാലും എനിക്ക് തുറന്നു തന്നെ. കാരണം അമ്മ പറയുന്നത്, സരോജിനി അമ്മ പറയുന്നത് അമ്മയ്ക്ക് കൃത്യമായ RDOയുടെ ഉത്തരവുള്ളതാണ്. ആ ഉത്തരവ് കൃത്യമായി നടപ്പിലാക്കി തരണമെന്ന് തന്നെയാണ് പറയുന്നത്. നാട്ടുകാരടക്കം അത് തന്നെയാണ് ഉന്നയിക്കുന്നത്. പോലീസ് പറയുന്നത് മകളെ ബന്ധപ്പെടാൻ ശ്രമിച്ചതാണ്, പക്ഷേ അത് ലഭിച്ചില്ല. സബ് കളക്ടറെ ബന്ധപ്പെട്ടപ്പോൾ നാളെ കൃത്യമായി ഇരു കക്ഷികളെയും കൂട്ടിയിരുത്തി ഒരു ചർച്ച നടത്തിയതിനു ശേഷം തുറന്നു കൊടുക്കാമെന്നുള്ള നിലപാട് പറയുന്നു. ഏതായാലും ആ നിലപാടിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർക്ക് അവർ ഈ അമ്മയ്ക്കൊപ്പം തന്നെ നിലനിൽക്കുന്നു. അമ്മയെ എത്ര രാത്രിയായാലും ഈ വീട്ടിൽ കയറ്റി കിടത്തുമെന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും അമ്മ ഇപ്പോഴും തുടരുകയാണ്. ശരി, എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. തൈക്കൂടത്ത് മാതാവിനെ വീടിന് വെളിയിലാക്കി വീട് പൂട്ടി മകൾ പോവുകയായിരുന്നു. ഇപ്പോഴും ആ വീടിന് പുറത്ത് തുടരുകയാണ് ആ വൃദ്ധ മാതാവ്. യാതൊരു തരത്തിലുള്ള പരിഹാരവും ആ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടില്ല. എബിൻ ജോസ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വാർത്തകളിലേക്ക് വീണ്ടും. ബില്ലുകൾ ഗവർണർ സർക്കാരിന് കൈമാറി. രാഷ്ട്രപതി തീരുമാനമെടുത്ത ബില്ലുകളാണ് ഗവർണർ സർക്കാരിന് കൈമാറിയത്. ലോകായുക്ത ബില്ലിൽ സർക്കാരിന് വിജ്ഞാപനം ഇറക്കാമെന്നും രാജ്ഭവൻ സർക്കാരിനെ അറിയിച്ചു. രാഷ്ട്രപതി തടഞ്ഞ 3 ബില്ലുകൾ ഗവർണർ സർക്കാരിന് തിരിച്ചയച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, വിശദാംശങ്ങൾ എന്താണ് ഷഫീദ്? ബില്ലുകളായിരുന്നു ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത്. ഇതിൽ ഒരു ബില്ലിൽ മാത്രം, അതായത് ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിൽ മാത്രമാണ് ഗവർണർ അനുമതി രാഷ്ട്രപതി അനുമതി സ്പീക്കറിന് നൽകിയത്. മറ്റ് 3 ബില്ലുകൾ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രപതി തടഞ്ഞ 3 സർവകലാശാല ബില്ലുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമാകാതിരിക്കുകയായിരുന്നു. ഇതടക്കം, അതായത് രാഷ്ട്രപതി തടഞ്ഞ 3 സർവകലാശാല ബില്ലുകളും ലോകായുക്ത ബില്ലടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഗവർണർ സർക്കാരിന് കൈമാറിയിട്ടുള്ളത്. സർക്കാരിന് ലോകായുക്ത ബില്ലിൽ ഇനി ഗവർണർ ഒപ്പിടേണ്ടതില്ല എന്നുള്ളതാണ് രാജ്ഭവന്റെ തീരുമാനം. സർക്കാരിന് ഇക്കാര്യത്തിൽ വിജ്ഞാപനം ഇറക്കാം എന്നും രാജ്ഭവൻ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം രാഷ്ട്രപതി തടഞ്ഞുവെച്ച 3 സർവകലാശാല ബില്ലുകൾ, അതിൽ ഏറ്റവും പ്രധാനം ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കണം, VC സെർച്ച് കമ്മിറ്റി ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഒരു ബില്ല്, അതടക്കം 3 സർവകലാശാല ഭേദഗതി ബില്ലുകളുടെ കാര്യത്തിൽ സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് പോലെ തന്നെ അക്കാര്യത്തിൽ ഗവർണർ തുടർ നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നുള്ള കാര്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം VC നിയമനം അടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം നൽകാൻ രാജ്ഭവൻ ഒരുങ്ങുകയാണ്. പലതവണ രാജ്ഭവൻ ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അത് സ്വാഭാവികമായും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ബില്ലുകൾ, അതായത് 4 ബില്ലുകൾ ഗവർണർ സർക്കാരിന് കൈമാറുന്നതോട് ഒരു സന്ദേശം കൂടി ഗവർണർ സർക്കാരിന് നൽകിയിട്ടുണ്ട്. റിജിത്ത. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കൊച്ചി തൈക്കൂടത്ത് മാതാവിനെ വീടിന് വെളിയിലാക്കി വീട് പൂട്ടി മകൾ പോയി എന്നുള്ള വാർത്ത നേരത്തെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ വെച്ചിരുന്നു. ഇപ്പോൾ സരോജിനി അമ്മയുടെ ഇളയ മകൾ തൈക്കൂടത്തെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. മൂത്ത മകളാണ് വീട് പൂട്ടിപ്പോയത്. ഇപ്പോൾ വീടിൻ്റെ പൂട്ട് പൊളിച്ച് സരോജിനി അമ്മയെ വീടിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എബിൻ ജോസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. എബിൻ, വിവരങ്ങൾ എന്താണ് എബിൻ? സരോജിനി അമ്മ വീട് തുറന്ന് അകത്ത് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ അമ്മ ധൈര്യപൂർവ്വം തന്നെ അകത്ത് കയറിയിരിക്കുന്നു. തനിക്ക് അനുകൂലമായ ഉത്തരവുണ്ട്, അതുകൊണ്ട് തന്നെ വാതിൽ തുറന്ന് അകത്ത് കയറുമെന്ന് അമ്മ പറയുന്നു. അമ്മയുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഞാൻ വാതിൽ തുറന്നു, എൻ്റെ വാതിൽ ഞാൻ തുറന്നു കയറി. ഇത്രയും വരെ ആരും തുറന്നു വരാനില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാതിൽ തുറന്നു കയറി. പെരക്കാത്ത് വന്നിരിക്കണേ. ഞാനിവിടെ താമസിക്കും. ഇനി ഞാനൊന്നും പോകില്ല, ഇവിടെ തന്നെ താമസിക്കും. ഭീഷണി എന്തായാലും എന്നെ കൊന്നോട്ടെ. എനിക്ക് പേടിയൊന്നുമില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. കേസ് വന്നെങ്കിൽ വരട്ടെ, എന്നെ പിടിക്കൊണ്ട് പോയിക്കോട്ടെ മക്കളെ. എന്നെ വേണേൽ പിടിക്കൊണ്ട് പോയിക്കോട്ടെ, കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി തരട്ടെ. എനിക്കെന്താ?
എന്താ ഞാൻ സ്വന്തമായിട്ട് തന്നെ പൊളിച്ചത്, വേറെ ആരും പൊളിക്കാനില്ല. ആ ഒരു സാധനം പൊളിക്കുന്ന സാധനമുണ്ട്, അതുകൊണ്ട് കുത്തിയപ്പം ഞാൻ കാത്തിരുന്നതേ. ഇപ്പം പോലീസുകാർ പൊളിച്ചു തരും, പോലീസുകാർ തുറന്നു വരുമെന്ന് ഓർക്കണ്ട. പോലീസുകാർ തരുന്നില്ല. അവർ തുറക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കുത്തിപ്പൊളിക്കണ്ടല്ലോ. അതായിരുന്നു ഞാൻ ഓർത്തത്. ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചിരുന്നത്. ഇനിയിപ്പോൾ പറ്റില്ല മോനെ, അതുകൊണ്ട് ഞാൻ കുത്തിപ്പൊളിച്ചതാണ്. ഇനിയിപ്പോൾ വാതിൽ നന്നാക്കണം, എനിക്കത് മതി. എനിക്കങ്ങനെ കിടന്നാൽ മതി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ തന്നെ പൊളിച്ചതാണ്. ഞാനൊരു ഇതുപോലത്തെ ഒരു സാധനം കിട്ടി, അതുകൊണ്ട് കുത്തി പൊളിച്ചതാണ്. പാര അതുകൊണ്ട് കുത്തി തിക്കിയപ്പോൾ പൊളിഞ്ഞു പോന്നു. അതൊക്കെ ഇനി സന്തോഷമായിട്ടിരിക്കാം. ഇനി എനിക്ക് സന്തോഷമായിട്ടിരിക്കാം മക്കളെ. ഞാൻ എൻ്റെ വീട്ടിൽ കയറിയല്ല, എനിക്കത് മതി. ആരും കൂടെ വേണ്ട മക്കളെ. അയൽവക്കത്തുകാർ നല്ലവരാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട. നല്ല മനുഷ്യത്വമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട. അവരെപ്പോഴായാലും രാത്രി ആയാലും പകലായാലും വന്ന് അന്വേഷിക്കും. ഞാനിവിടെ തന്നെ താമസിക്കാൻ തന്നെ പോകുന്നു. വീട് അവർക്കിടെ എടുത്തോട്ടെ, എനിക്ക് വേണ്ട. ഞാൻ ചാവുമ്പോൾ അവരെടുത്തോട്ടെ, എനിക്ക് വേണ്ട. നല്ലോണം തന്നെ നോക്കണം, അല്ലെങ്കിൽ ഞാൻ എഴുതി മേടിക്കും. വേണ്ട 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 ആരും വേണ്ട. എനിക്ക് പേടിയില്ലേ. ഭക്ഷണമൊക്കെ നേരം വെളുത്തിട്ട് മതിയല്ല മോനെ. ഇനിയിപ്പോൾ എനിക്ക് വേണ്ട ഒന്നും. ഞാൻ പോകൂല. ഇല്ല, എനിക്കത് കയറാൻ പറ്റണില്ല മോനെ. ഞാൻ പോകൂല. വേണ്ടപ്പെട്ടവരാരാക്കാനാ? ആ സ്റ്റെപ്പ് കയറാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ വിഷമിച്ചു പോയി. ആ സ്റ്റെപ്പ് കയറിയിട്ട് എന്നെ രണ്ടുപേര് പിടിച്ചിറക്കിയത്. എനിക്ക് പറ്റില്ല. റിജിത്ത്, ഇത് തന്നെയാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. അമ്മ വീട് പൊളിച്ച് അകത്ത് കയറിയിരിക്കുന്നു. പോലീസ് ഇത്രയും നേരം ഇത് ചെയ്തു തരുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ എങ്കിൽ പോലും അത് നടന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ സ്വയം ഈ പൂട്ട് പൊളിച്ച് അകത്ത് കയറുകയായിരുന്നു. കാരണം അമ്മയ്ക്ക് അനുകൂലമായ RDOയുടെ ഉത്തരവുണ്ട് എന്ന് തന്നെയാണ് സരോജിനി അമ്മ പറയുന്നത്. ഈ ഉത്തരവുള്ളതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു കാര്യത്തിൻ്റെ ആവശ്യമില്ല, എനിക്ക് വീട്ടിൽ താമസിച്ചാൽ മതി എന്ന് അമ്മ പറയുന്നു. സബ് കളക്ടർ നാളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പോകാൻ പറ്റില്ല. നിലവിൽ ഉള്ള ഉത്തരവ് തന്നെ നടപ്പിലാക്കി തന്നാൽ മതി എന്നുള്ളതാണ് സരോജിനി അമ്മ പറയുന്നത്. ഏതായാലും ഇത്രയും നേരമായി വൈകിയ കാര്യത്തിന് ഒരു തീരുമാനമുണ്ടായിരിക്കുകയാണ്. സരോജിനി അമ്മ തന്നെ വീട് തുറന്ന് അകത്ത് കയറിയിരിക്കുകയാണ്. ഏതായാലും ബാക്കി ഏത് രീതിയിലുള്ള നടപടികളാണ് പോലീസിൻ്റെ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നുള്ളതെന്ന് നാളെയാണ് അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും സരോജിനി അമ്മ ഇപ്പോൾ വീടിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മകൾ ജിജോയെ ഇപ്പോഴും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നാണോ പോലീസ് പറയുന്നത്? അതുപോലെ പോലീസ് ഈ വൃദ്ധമാതാവ് പുറത്തു നിൽക്കുന്ന ഘട്ടത്തിൽ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? ഇപ്പോൾ ഇളയ മകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അവരൊക്കെ ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത്? റീജിത്ത്, പോലീസ് ആദ്യം ഈ ഉത്തരവ് സ്റ്റേഷൻ ഓഫീസർക്ക് ഉൾപ്പെടെയാണ് RDO നൽകിയത്. പോലീസ് പറയുന്നത് ഇതൊരു പ്രാഥമികമായ ഉത്തരവ് മാത്രമാണ്. ഇതിൽ എതിർകക്ഷിയായ മൂത്ത മകളെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് വീട് തുറന്നു കൊടുക്കാൻ പറ്റില്ല. RDOയുമായി ചോദിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഈ പൂട്ട് പൊളിച്ച് അകത്ത് കടത്താൻ സാധിക്കില്ല എന്നും അമ്മയോട് പോലീസ് പറയുകയുണ്ടായി. നിലവിൽ അമ്മ കുറച്ച് നാളായി ഇളയ മകളുടെ ഒപ്പമായിരുന്നു താമസിക്കുന്നത്. പക്ഷേ അമ്മ കുറേ നാളായി നിയമ പോരാട്ടത്തിൽ തന്നെയാണ്. പോലീസിൽ പരാതി നൽകുന്നു, അതോടൊപ്പം തന്നെ കളക്ടറുടെ അടുത്ത് പരാതി നൽകുന്നു. അങ്ങനെയാണ് ഒടുവിൽ ഈ ഉത്തരവുണ്ടായത്. ഈ വീട്ടിൽ അമ്മയ്ക്ക് താമസിക്കാം, സരോജിനി അമ്മയ്ക്ക് താമസിക്കാം, തുറന്നു കൊടുക്കണമെന്നുള്ള ഉത്തരവുണ്ടായത്. പക്ഷേ ഈ ഉത്തരവുമായി വന്നു കഴിഞ്ഞപ്പോൾ അത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല, മൂത്ത മകളെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, ഫോൺ വിളിച്ചിട്ട് ലഭിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു മരട് പോലീസ് ആദ്യം പറഞ്ഞത്. ഏതായാലും അതിനിടയിലാണ് സബ് കളക്ടറുമായി സംസാരിക്കുന്നത്. ഉമാ തോമസ് MLA അടക്കമുള്ളവർ സംസാരിക്കുന്നു. അപ്പോൾ പറയുന്നത് ഇനി ഒരു വട്ടം കൂടി ഈ കളക്ടർ ഓഫീസിൽ വെച്ച് ചർച്ച നടത്തിയ ശേഷം കൃത്യമായ നടപടി എടുക്കാമെന്നുള്ളത് പറയുന്നു. പക്ഷേ സരോജിനി അമ്മ നമ്മൾ കണ്ടു വൈകുന്നേരത്തും ഇവിടെ തുടരുകയാണ്. തനിക്ക് വീട്ടിൽ കയറി താമസിക്കണമെന്ന് പറയുന്നു. ഒടുവിൽ ഇളയ മകൾ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഒപ്പം പോകാൻ തയ്യാറല്ല. ഇതെൻ്റെ വീടാണ്, എനിക്ക് സർക്കാർ അല്ലെങ്കിൽ ഉത്തരവ് പ്രകാരം ലഭിച്ചതാണ്, അപ്പോൾ പിന്നെ ഇവിടെ തന്നെ കയറുമെന്ന് പറഞ്ഞുകൊണ്ട്
അമ്മ തന്നെ പൂട്ട് പൊളിച്ച് അകത്ത് കയറുകയായിരുന്നു. നാട്ടുകാർ പറയുന്നത് ഈ അമ്മയ്ക്ക് വേണ്ട ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി കൊടുക്കും, എന്ത് സൗകര്യമാണെങ്കിലും ഏർപ്പാടാക്കി കൊടുക്കുമെന്ന് ഈ പരിസരവാസികളായ ആളുകളും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീട്ടിൽ തന്നെ തുടരുമെന്നുള്ളത് തന്നെയാണ് സരോജിനി അമ്മ പറയുന്നത്. ശരി, എബിൻ ജോസ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും സരോജിനി അമ്മ ഇപ്പോൾ ആ വീടിൻ്റെ പൂട്ട് പൊളിച്ച് വീടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ആ വീട്ടിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എബിൻ ജോസ്. ചെറിയൊരു ഇടവേളയിലേക്ക് പോകണം, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വാർത്തകളിലേക്ക് വീണ്ടും. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. വയനാട്ടിൽ കുറുവാദ്വീപിലെ കാട്ടാന ആക്രമണത്തിൽ ഇക്കോ ടൂറിസം ജീവനക്കാരൻ മരിച്ചതിന് പിന്നാലെ അടച്ചിട്ട ഇക്കോ ടൂറിസം സെന്ററുകൾ തുറക്കരുതെന്ന് ഹൈക്കോടതി. കോടതി നിർദ്ദേശപ്രകാരം മാത്രമേ ഇനി ഇക്കോ ടൂറിസം സെന്ററുകൾ തുറക്കാവൂ എന്നാണ് ഉത്തരവ്. വാണിജ്യാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വില വീണ്ടും കൂട്ടി. കേരളത്തിൽ 26 രൂപയാണ് കൂട്ടിയത്. ഇതോടെ ഒരു സിലിണ്ടറിന്റെ വില 1806 രൂപയായി ഉയർന്നു. അട്ടപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ 50-കാരിക്ക് ഗുരുതര പരിക്ക്. മേലെ ഭൂതയാറൂരിലെ വീരയെയാണ് കാട്ടാന ആക്രമിച്ചത്. വിവരമറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ല എന്ന് പരാതി. സംസ്ഥാനത്തെ BSc നഴ്സിംഗ് പ്രവേശനം എൻട്രൻസ് വഴിയാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. 2024-25 അധ്യയന വർഷം മുതൽ തീരുമാനം നടപ്പിലാക്കും. തിരുവനന്തപുരം വർക്കലയിൽ റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. 20ഓളം പേർക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. ഇനി നോക്കാം നാളെ അറിയാൻ. ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം പൂർത്തിയായ പശ്ചാത്തലത്തിൽ നാളെ റേഷൻ കടകൾക്ക് അവധിയാണ്. തൊടുപുഴ വാണിയപ്പിള്ളി റോഡിൽ നാളെ ഗതാഗത നിയന്ത്രണം. ടാറിംഗ് നടക്കുന്നതിനാലാണ് നിയന്ത്രണം. മുഖ്യമന്ത്രി കർഷകരുമായി സംവദിക്കുന്ന മുഖാമുഖം പരിപാടി നാളെ ആലപ്പുഴയിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയാണ് പരിപാടി. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.